ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ 3 ശുശ്രൂഷകളായ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ എന്നിവയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ അനാഫറയിലേക്ക് നാം കടക്കുകയാണ്. അനാഫറ അഥവാ കൂദാശക്രമം ഈശോയുടെ മരണോത്ഥാന രഹസ്യങ്ങളുടെ ആഘോഷപൂർവകമായ ശുശ്രൂഷയാണ് അനാഫറ. കുർബാനയുടെ കേന്ദ്രമാണ് ഇത്. അനാഫറ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഉയർത്തുക, സമർപ്പിക്കുക എന്നൊക്കെയാണ്. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തിൽ 3 അനാഫറകളുണ്ട്. ഒന്നാം അനാഫറ സ്ലീഹന്മാരുടെ അനാഫറയാണ്. മാർ തോമാസ് സ്ലീഹായുടെ ശിഷ്യനായ മാർ അദ്ദായി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാർ മാറി എന്നിവരുടേതാണ് ഈ അനാഫറ. രണ്ടാം അനാഫറ മാർ തെയദോറിൻ്റെയും 3ാം അനാഫറ മാർ നെസ്തോറിയസിൻ്റേതുമാണ്. ഒന്നാമത്തെ അനാഫറയാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ കൂദാശക്രമം. ഇത് 3ാം നൂറ്റാണ്ടിൽ രൂപവൽക്കരിച്ചെങ്കിലും 7ാം നൂറ്റാണ്ടിലാണ് കൃത്യമായ ഒരു ഘടന ഉണ്ടായത്. AD 540 മുതൽ 552 വരെ പാത്രിയർക്കീസ് ആയിരുന്ന മാർ ആബ ഒന്നാമനാണ് രണ്ടാമത്തെയും 3ാമത്തെയും അനാഫറകൾ ഉപയോഗത്തിലാക്കിയത്. കൂടുതൽ വിവരങ്ങൾ കുർബാന പുസ്തകത്തിലെ പൊതുനിർദ്ദേശങ്ങൾ 24 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയും 3ാമത്തെയും അനാഫറകൾ വളരെ മനോഹരമാണെങ്കിലും സമയം അല്പം കൂടുതലുണ്ട്. പൗരസ്ത്യരത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ലീഹന്മാരുടെ അനാഫറയാണ് നാം ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അനാഫറയിൽ 4 പ്രാർത്ഥനാ വൃത്തങ്ങളാണുള്ളത്. ഒരു പ്രാർത്ഥനാ വൃത്തത്തിൽ പ്രാർത്ഥനാ യാചന, രഹസ്യ പ്രാർത്ഥന അല്ലെങ്കിൽ കുശാപ്പ, പ്രണാമജപം അല്ലെങ്കിൽ ഗഹാന്ത പ്രാർത്ഥന, സ്തുതിഗീതം അല്ലെങ്കിൽ കാനോന എന്നീ 4 ഘടകങ്ങളുണ്ട്. കൂദാശ സ്ഥാപന വാക്യങ്ങളും റൂഹാക്ഷണ പ്രാർത്ഥനയുമാണ് ഇതിലെ സുപ്രധാന ഘടകങ്ങൾ. കാർമികൻ തൻ്റെ അയോഗ്യത ഏറ്റുപറയുന്നതാണ് രഹസ്യ പ്രാർത്ഥനയിലെ പ്രധാന പ്രമേയം. കാർമികൻ തൻ്റെ മേൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ അല്ല, ദൈവജനത്തിനു കൂടിയാണ്. കാർമികൻ വരയ്ക്കുന്ന ആശീർവാദം ദൈവജനം കുരിശടയാളം സ്വന്തം ശരീരത്തിൽ വരച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. 4 പ്രാർത്ഥനാ വൃത്തങ്ങളിൽ ഒന്നാമത്തേത് പിതാവായ ദൈവത്തോടും, രണ്ടാമത്തേത് പരിശുദ്ധ ത്രിത്വത്തോടും, 3ാമത്തേത് യേശു ക്രിസ്തുവിനോടും, 4ാമത്തേത് പരിശുദ്ധാത്മാവിനോടുമുള്ള പ്രാർത്ഥനകളാണ്. ഒന്നാമത്തെ പ്രണാമജപം എല്ലാ നന്മകൾക്കും പൊതുവായി കൃതജ്ഞതയർപ്പിക്കുമ്പോൾ, 2ാം പ്രണാമജപം ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചതിന് നന്ദി പറയുന്നു. ഗഹാന്ത എന്ന സുറിയാനി പദത്തിനർത്ഥം പ്രണമിക്കുന്നത് അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുന്നത് എന്നാണ്. കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായതിനാൽ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയെന്നും ഇതിന് അർത്ഥമുണ്ട്. കൈകൾ കൂപ്പി പ്രണമിച്ച് നിന്ന് അല്പം കുനിഞ്ഞു നിന്ന് ഭയഭക്തി ബഹുമാനത്തോടെ താഴ്ന്ന സ്വരത്തിലാണ് കാർമികൻ ഗഹാന്ത പ്രാർത്ഥിക്കുന്നത്. 1ാം പ്രണാമ ജപവൃത്തം. 1ാം പ്രണാമ ജപത്തിൽ ദൈവം വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അനാഫറ മുഴുവനും വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനയാണ് 1ാം പ്രണാമ ജപം. കാർമികൻ കുനിഞ്ഞു നിന്ന് കരങ്ങൾ കൂപ്പി ഇപ്രകാരം ചൊല്ലുന്നു: കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടർന്ന് കാർമികൻ ബലിപീഠം ചുംബിച്ചതിന് ശേഷം കൈകൾ കുരിശാകൃതിയിൽ നെഞ്ചിന്മേൽ ചേർത്ത് വെച്ചുകൊണ്ട് ചൊല്ലുന്നു: ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. അടുത്തത് സമാധാന ആശംസ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവിനെ എന്നുദ്ദേശിക്കുന്നത് പുരോഹിതനെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ പരിശുദ്ധാത്മാവിനെയാണ്. ശുശ്രൂഷി കാർമികന്റെ കയ്യിൽ നിന്നും സമാധാനം സ്വീകരിച്ച് സമൂഹത്തിന് നൽകുന്നു. മിശിഹായാണ് നമ്മുടെ സമാധാനം. എഫെസൂസ് 2:14. ഉത്ഥിതനായ ഈശോയുടെ സമാധാനം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ ബലിയർപ്പണത്തിനു വേണ്ട അവശ്യ യോഗ്യതയായ സ്നേഹവും ഐക്യവും നമ്മിലുണ്ടെന്നും ലോകം മുഴുവനിലുമുള്ള സകലരോടും അനുരഞ്ജനത്തിലാണെന്നും നാം പ്രഖ്യാപിക്കുകയാണ്.
സമാധാനം 2 രീതിയിൽ നൽകാറുണ്ട്. ഒന്നാമത്തേത്, ശുശ്രൂഷി കാർമ്മികനിൽ നിന്ന് സമാധാനം സ്വീകരിച്ച് മറ്റു ശുശ്രൂഷികൾക്ക് ക്രമപ്രകാരം നൽകുന്നു. അനന്തരം ശുശ്രൂഷി മദ്ബഹയിൽ വലത്തും ഇടത്തും നിൽക്കുന്നവർക്കും അതിനുശേഷം ഗായകവേദിയിലുള്ളവർക്കും സമാധാനം നൽകുന്നു. സഹായികളിൽ ഒരാൾ സമൂഹവേദിയിൽ നിൽക്കുന്നവർക്ക് സമാധാനം നൽകുന്നു. അത് പരസ്പരം കൈമാറുന്നു. സമാധാനം നൽകുന്നത് കൊടുക്കുന്നയാൾ തൻ്റെ കൂപ്പുകൈ സ്വീകരിക്കുന്നയാളിൻ്റെ കൈപ്പത്തികൾക്കകത്ത് വെച്ചുകൊണ്ടാണ് നൽകുന്നത്. ഇതിന് കൈ കസ്തൂരി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ രീതിയിൽ കൂപ്പ് കൈകളോടെ ശിരസ് നമിച്ചുകൊണ്ട് പരസ്പരം സമാധാനം നൽകുന്നു. അടുത്തത് അനുസ്മരണ പ്രാർത്ഥന, ഡിപ്റ്റിക്സ്. സമാധാന ആശംസയുടെ സമയത്ത് ഡീക്കൻ അല്ലെങ്കിൽ ശുശ്രൂഷി ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഡിപ്റ്റിക്സ്. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും പേര് പറഞ്ഞ് അനുസ്മരിക്കുന്ന വേളയാണിത്. ഡിപ്റ്റിക്സ് എന്നാൽ തടികൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫലകം. ആ ഫലകത്തിൽ കുർബാനയിൽ അനുസ്മരിക്കപ്പെടേണ്ട ആളുകളുടെ പേരുകൾ എഴുതി വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. സകല മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയുടെ ഇടത്തുവശത്ത് കുർബാന പുസ്തകത്തിൽ ചുവന്ന വര നൽകിയിട്ടുള്ളതിനാൽ ഇത് ചൊല്ലണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഈ മനോഹരമായ പ്രാർത്ഥന സമയം അനുവദിക്കുന്നുവെങ്കിൽ ചൊല്ലുന്നത് നല്ലതാണ്. തുടർന്ന് ശുശ്രൂഷയുടെ അറിയിപ്പാണ്. ശുശ്രൂഷി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ചൊല്ലുന്നു. ഈ അറിയിപ്പ് നമുക്ക് ശ്രവിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ശുശ്രൂഷയുടെ ഈ അറിയിപ്പിന്റെ സമയത്ത് പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്. കർത്താവേ, ശക്തനായ ദൈവമേ, ബലഹീനനായ എന്നെ ദയാപൂർവം സഹായിക്കണമേ. അങ്ങയുടെ തൃത്വത്തിന്റെ ബഹുമാനത്തിനും ഈ സമൂഹത്തിന്റെ നന്മയ്ക്കുമായി സജീവവും വിശുദ്ധവുമായ ഈ ബലി തിരുസന്നിധിയിൽ അർപ്പിക്കാൻ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെ യോഗ്യനാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം കാർമ്മികൻ ദിവ്യരഹസ്യങ്ങളെ മൂടിയിരിക്കുന്ന ശോശപ്പ എടുത്ത് അവയ്ക്ക് ചുറ്റും വെച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുന്നു. കർത്താവെ, നിന്റെ ശരീരത്തിനും രക്തത്തിനും കൃപാപൂർവം നീ എന്നെ യോഗ്യനാക്കി. അപ്രകാരം തന്നെ വിധി ദിവസത്തിൽ നിന്റെ സംപ്രീതിക്കും എന്നെ യോഗ്യനാക്കണമേ. ഇത് കർത്താവിന്റെ ഉയർപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്ന് തുടങ്ങുന്ന ശുശ്രൂഷയുടെ ആഹ്വാനം ബലിയർപ്പണത്തിൽ എങ്ങനെയാണ് നാം പങ്കെടുക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നു. നാം കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഭക്തിയോടും ആത്മീയമായി സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അടുത്തത് ധൂപാർപ്പണം. ശുശ്രൂഷി ധൂപകലശവും കുന്തിരുക്കവും കൊണ്ടുവരുന്നു. കാർമ്മികൻ ധൂപകലശത്തിൽ കുന്തിരുക്കമിട്ട് താഴെ വരുന്ന പ്രാർത്ഥന ചൊല്ലി ധൂപം ആശീർവദിക്കുന്നു. ധൂപാർപ്പണം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ബഹുമാനത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവജനത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടിയുള്ളതാണ്. കാർമ്മികൻ തന്നെയാണ് ബലിവസ്തുക്കളും ബലിപീഠവും ധൂപിക്കുന്നത്. ധൂപാർപ്പണ സമയത്തെ പ്രാർത്ഥന ഇപ്രകാരമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അനന്തരം കാർമ്മികൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ബലിവസ്തുക്കളും ബലിപീഠവും ധൂപിക്കുന്നു. ധൂപകലശം ശുശ്രൂഷയെ ഏൽപ്പിച്ചതിന് ശേഷം ഉയർന്ന സ്വരത്തിൽ ആശംസാ പ്രാർത്ഥന ചൊല്ലുന്നു അല്ലെങ്കിൽ ആലപിക്കുന്നു. 9-ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 10-ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.